പൊറോട്ടയിലേക്കും ചപ്പാത്തിയിലേക്കും ഫ്രൈഡ് റൈസിലേക്കൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാനിൽ നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ഇതുപോലെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കോളിഫ്ലവർ ഈ ഒരു നല്ല തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഇതിൽ ഇങ്ങനെ ഇട്ട് വെക്കുക കേട്ടോ. അപ്പോഴാണ് ആ കോളിഫ്ലവറൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാവുള്ളൂ. എങ്ങനെയായാലും കോളിഫ്ലവറിൽ പുഴുവൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പുഴുവൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതുപോലെ തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കുറച്ച് സമയം വെക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഇതിൽ നിന്ന് ഊറ്റി മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് തന്നെ ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പച്ചവെള്ളത്തിലും കഴുകിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് മൈദയും 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കോഴിമുട്ടയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട. പിന്നെ കോളിഫ്ലവർ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കോളിഫ്ലവറിൽ ഇതുപോലെ ഒരു കോട്ടിംഗ് ആയിട്ട് കിട്ടണം കേട്ടോ. ഇതിപ്പോൾ വളരെ കുറഞ്ഞ അളവിലെ കോളിഫ്ലവർ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ ഒരു മുട്ടയുടെ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കൂടുതൽ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് നല്ല തിക്കായിട്ടുള്ള കോട്ടിംഗ് ആയിട്ടൊന്നും വേണ്ട, ചെറുതായിട്ടൊരു തിക്കായിട്ടുള്ള കോട്ടിംഗ് മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കോട്ടിങ്ങോട് കൂടിയിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇത് ഇളക്കി കൊടുക്കാനും പാടില്ല കേട്ടോ. ഒന്ന് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചൊന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ കോളിഫ്ലവർ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ചെറുതായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലുള്ള നമുക്കിത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടുള്ളൂ. പച്ച കോളിഫ്ലവർ അല്ല. അപ്പോൾ ഈ ഒരു കോട്ടിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് കുക്കായി കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ചെറുതായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റി വെക്കാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോളിഫ്ലവർ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് കോരി മാറ്റി വെച്ചിട്ട് പിന്നെ അടുത്ത ബാച്ചും കൂടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു പൊരിച്ച് വെച്ചിട്ടുള്ള ബാക്കി ഓയിൽ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ ഒന്ന് ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസും പിന്നെ ഒരു 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവിയൊക്കെ എത്രത്തോളം വേണമെന്നുള്ളത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന കോൺഫ്ലവറിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് കേട്ടോ. കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ അധികം ഗ്രേവി ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലവർ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്